എൻ്റെ പേര് മിനി റെജി. ഞാൻ കോലഞ്ചേരിയിൽ പാങ്കോട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത ഡേറ്റ് 2019 ജനുവരി 2 ഉടമ്പടി എടുത്തതാണ്. അതിനുശേഷം എൻ്റെ ഉടമ്പടിയിൽ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അച്ഛനെ വിളിച്ച് പറയും, പുതിയ കാശ് രൂപം തരില്ല, അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഉടമ്പടി എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കഴിഞ്ഞ വർഷം വീണ്ടും ഞാൻ ജനുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടിയിൽ പോകുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഒത്തിരി കാര്യങ്ങൾ, എനിക്ക് ആദ്യമേ 2019 തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ നിയോഗം എഴുതി കൊടുക്കും, കിട്ടിയ കാര്യങ്ങൾ എഴുതി കൊടുക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 കാര്യമേ ഉള്ളൂ, അത് പിന്നെ നമുക്ക് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, മാതാവേ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിയോഗം സാധിച്ചു കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് മാതാവിൻ്റെ ഈ അൾത്താരയിൽ കയറി നിന്ന ഒരു നിയോഗം, എനിക്ക് സാക്ഷ്യം, ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് എന്നെ നിർത്തുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഒത്തിരി വിഷമവും പ്രയാസങ്ങളും പറഞ്ഞിട്ട് പല പ്രാവശ്യവും ഞാൻ ഇവിടെ ഒന്നിങ്ങനെ ഉടമ്പടി എടുത്ത് പോകുമായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഉടമ്പടി മുടക്കിയില്ല. ഞാൻ സൗദിയിലായിരുന്നു, ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്നേരം NRIയിലായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്തിരുന്നത്. ഞാനിവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തീർത്ഥാടന ഉടമ്പടി മാറ്റിയെടുത്തു. പക്ഷേ എന്നാലും എനിക്ക് മനസ്സിനൊരു എപ്പോഴും വിഷമമായിരുന്നു. എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ഉടമ്പടി നിന്ന് പോകുന്നുണ്ട്, പക്ഷേ എനിക്കൊന്ന് ഉടമ്പടി ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ, എല്ലാവരും ഇവിടെ അൾത്താരയിൽ കയറി ഇന്ന് സാക്ഷ്യം പറയുന്നു, എനിക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ അപ്പോഴും ഞാൻ ചിന്തിച്ചു, ഇല്ല, എന്നെ മാതാവ് അതിനെ ഒരുക്കിയിട്ടില്ല, എനിക്ക് സാക്ഷ്യം പറയേണ്ട സമയമാകുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കും. എല്ലാ മാസവും ഞാൻ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും. പത്രം മേടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്ത് എല്ലാം നടത്തുമായിരുന്നു. പിന്നെ ഇപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നു വരുമ്പോഴും ഞാൻ ഒരു 2-3 മാസം മുമ്പ് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് 90 ദിവസത്തിനുള്ളിൽ എനിക്കൊരു സാക്ഷ്യം പറയുവാൻ വേണ്ടി എന്നെ ഒരുക്കണം. എനിക്ക് മാതാവിൻ്റെ എല്ലാവർക്കും സാന്നിധ്യം, മാതാവിൻ്റെ സാന്നിധ്യം കിട്ടുന്നുണ്ട്. എനിക്കും അപ്പോൾ ഒരു സാക്ഷിയായി തീരുവാൻ, എനിക്ക് അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. എനിക്കൊരു സാക്ഷ്യം പറയണം. ഇത്രയും വർഷമായി ഇനി എനിക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് കരഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 3 മാസം മുമ്പ് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ, ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിൻ്റെ എൻ്റെ ഹാർട്ടിൽ എൻ്റെ രാവിലത്തെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എനിക്ക് അതിനകത്ത് മാതാവിൻ്റെ നല്ല ഒരു ഹാർട്ട് ആ തിരിയിൽ തെളിഞ്ഞു വന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥനയിലും മാതാവിൻ്റെ ഹാർട്ട് രൂപം ശരിക്കും നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞു വന്നു. ഞാനത് ഈ മൊബൈലിനകത്ത് ഞാൻ പകർത്തിയിട്ടുണ്ട്, അതിൻ്റെ പിക്ചർ എടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും എനിക്ക് മാതാവിൻ്റെ ഹാർട്ട് അതിനകത്ത് തിരിയിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനും പിള്ളേർക്കും ഒക്കെ അവർക്കൊരു വിശ്വാസം ഉണ്ടായില്ല. ഞാൻ അവരെ വിളിച്ച് കാണിച്ചു. അപ്പോൾ അവർക്കതിൽ ഭയങ്കര വിശ്വാസമായി. അത് കണ്ടതിന് ശേഷം പിള്ളേരാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് രാവിലെ 5:30 ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ടേ അവർ സ്കൂളിൽ പോവുള്ളൂ. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. പിന്നെ കഴിഞ്ഞ മാസം എനിക്ക് 17-ാം തീയതി ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് ആയി കഴിഞ്ഞ് ബ്ലീഡിങ് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ മാസം 7-ാം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരിക്കലും ഞാൻ മരുന്ന് കഴിച്ചിട്ട് എൻ്റെ ബ്ലീഡിങ് മാറ്റണ്ട. ഞാൻ ഉടമ്പടി പത്രത്തിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഉടമ്പടി എടുത്തേക്കുന്നതാണ്. ഞാൻ ഉടമ്പടി എടുത്ത മക്കൾക്ക് ആശുപത്രിയിൽ പോയി മരുന്ന് കഴിക്കാതെ തന്നെ മാതാവ് പലർക്കും ബ്ലീഡിങ് സ്റ്റോപ്പാക്കി കൊടുത്തിട്ടുണ്ട്. എന്നുമല്ല, യേശുവമ്പുരാൻ നമുക്ക് രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവത്തെ നിർത്തിയ ദൈവം തമ്പുരാനാണ്, മാതാവാണ്. അപ്പോൾ മാതാവ് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് അനുഗ്രഹം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മരുന്നെടുക്കില്ല. എന്നിരുന്നാലും ഹസ്ബൻഡിൻ്റെ ഫോഴ്സ് കാരണം കൊണ്ട് ഞാൻ ഇന്ന് 7-ാം തീയതിയാണ്, ഈ മാസം 7-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു. എന്നിരുന്നാലും ഡോക്ടർ തരുന്ന മരുന്ന് ഞാൻ കഴിക്കില്ല. അതെൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ്. ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അതിനുശേഷം ഡോക്ടറെ കാണാൻ പോയതിന് ശേഷം ഇതുവരെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. ഡോക്ടർ എനിക്ക് ഒരു ഗുളിക തന്നു. ഇത് കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നിന്നില്ലെങ്കിൽ അടുത്ത ഒരു ഗുളിക കഴിക്കണം. ആ ഗുളികയും കഴിച്ചിട്ട് നിന്നില്ല എങ്കിൽ നമുക്ക് ആ ഗുളിക കഴിച്ച് നിന്ന് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു പരിശോധനയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവാണ് എൻ്റെ കൂടെയുള്ളത്. ഈ ഉടമ്പടി ഞാൻ എടുത്ത വ്യക്തിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാനൊരു മരുന്ന് കഴിച്ച് എൻ്റെ ബ്ലീഡിങ് നിൽക്കണ്ട, അത് ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ലാബിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോണ സമയത്ത് ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ മരുന്ന് എടുത്തില്ലേ, കഴിക്കണ്ടേ? ഡോക്ടർ മരുന്ന് അന്യായം വില കൊടുത്ത് പൈസ കൊടുത്ത് മരുന്ന് മേടിച്ചു, നിനക്ക് കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലയോ, അയ്യോ ഞാൻ മറന്നുപോയി മരുന്ന്. പക്ഷേ അത് മാതാവിൻ്റെ ഒരു നിയോഗമായിരുന്നു. ഞാൻ ആ മരുന്നെടുക്കാൻ മറക്കുക എന്നുള്ളത് മാതാവിൻ്റെ ഒരു നിയോഗമായിരുന്നു. അന്ന് വൈകുന്നേരം പറഞ്ഞു, വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എന്നാൽ ഇന്ന് തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ കിടക്കാൻ നേരത്ത് വീണ്ടും മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പോകാൻ നേരത്ത് ഹസ്ബൻഡ് ചോദിച്ചു, ഇന്നും മരുന്നെടുത്തില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഇന്നും ഞാൻ മറന്നുപോയി. അപ്പോഴും ഞാൻ ഹസ്ബൻഡ് എന്നെ ചീത്ത വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ബ്ലീഡിങ്ങൊക്കെ 2 ദിവസം മുമ്പേ നിന്നു, എനിക്കൊരു കുഴപ്പമില്ല, ഇപ്പോൾ എനിക്ക് നടുവേദനയില്ല, വയറുവേദനയില്ല, ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ. മാതാവിൻ്റെ ഉടമ്പടി എടുത്ത മക്കൾക്ക് ഒരു കാരണവശാലും ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ച് ഒരു ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമില്ല. എനിക്ക് മാതാവിൻ്റെ തൈലം മാത്രം മതി. ഞാനപ്പോൾ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം തൊട്ട് യൂട്രത്ത് വയറിൻ്റെ അടിവയറിൽ കുരിശിട്ട് വരയ്ക്കും. അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് ഏതൊരു ആവശ്യമുണ്ടെങ്കിലും ഏത് രോഗമാണെങ്കിലും നമ്മൾ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ തൈലം കുരിശ് വരച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസത്തോടെ നമ്മളത് ചെയ്താൽ അവിടെ അമ്മ മാതാവ് പ്രവർത്തിക്കും. എൻ്റെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടി പോയാലും കിട്ടുന്ന അവസരങ്ങളിൽ കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. ഞാനൊരു യാക്കോബായക്കാരിയാണ്. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം എനിക്ക് അച്ഛൻ്റെ വചനങ്ങൾ കേൾക്കുക എന്നുള്ളത്. ഞാൻ ചൊവ്വാഴ്ചയാകാൻ കാത്തിരിക്കും. കാരണം അച്ഛനും ഇവിടെ ജോമോൾ സിസ്റ്റർ പറയുന്ന ഓരോ വാക്യങ്ങളും ഞാൻ എഴുതിയെടുത്ത് എൻ്റെ ഡ്യൂട്ടിയിലിരുന്ന്, ഞാൻ ഡ്യൂട്ടിയിൽ ക്യാമറ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ മൊബൈൽ മറച്ച് വെച്ചിരുന്നാണെങ്കിലും ഞാൻ ആ ഫുൾ ധ്യാനം അച്ഛൻ്റെ കൂടാൻ ഞാൻ മാക്സിമം ഞാൻ പരിശ്രമിക്കും. അവിടെ വെച്ച് ഞാൻ കൂടും. ഇല്ല എങ്കിൽ എനിക്ക് കിട്ടിയ ഒരു അരമണിക്കൂർ എനിക്ക് അതിന് കുറഞ്ഞു പോയാൽ ഞാൻ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഞാനത് കേട്ട് അന്ന് തന്നെ തീർക്കും. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ മാതാവിൻ്റെ ഉടമ്പടിയിൽ പിന്തുടർന്ന് പോകുന്ന വ്യക്തി. എനിക്ക് അങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പായി. മാതാവിൻ്റെ ഹാർട്ട് രൂപം എനിക്ക് കാണിച്ചു തന്നു. പിന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതും വലുതുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ, ഓരോ കൊച്ചുങ്ങൾക്കും ഓരോ അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് തൈലം തൊട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഉപ്പിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പ് വിട്ട് വെള്ളം കൊടുക്കും. ഞങ്ങൾ എല്ലാവരും കഴിക്കും. രാത്രി ഞാൻ എല്ലാവർക്കും, അമ്മച്ചിയുണ്ട്, അമ്മച്ചിക്കും ഹസ്ബൻഡിനും പിള്ളേർക്കും എല്ലാവർക്കും ഞാൻ തൈലം തൊട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി സായന പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ തൈലം തൊട്ട് കൊടുക്കും. അതെല്ലാവർക്കും ഭയങ്കര വിശ്വാസം. ഒരു തുള്ളി തേനും ഞാൻ കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റേ ഉപ്പിട്ട് വെള്ളം ഞാൻ കൊടുക്കും, തേൻ കൊടുക്കും. അങ്ങനെ എല്ലാം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും ഞാൻ കൃത്യമായിട്ട് പാലിച്ച് വൃത്തിയോടുകൂടി ഞാൻ ഉടമ്പടിയിൽ നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് മാതാവിൻ്റെ ഒരു രോഗം മാറ്റാൻ ഡോക്ടറെ അടുത്ത് പോകാതെ തന്നെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇത്ര എനിക്ക് 3 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. ഇതുകൂടാതെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി നിയോഗങ്ങൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എഴുതി അച്ഛൻ എനിക്ക് പേപ്പറിനകത്ത് സൈനിട്ട് തന്നു. അപ്പോഴും എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായുള്ളൂ, മാതാവേ ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ എല്ലാവരും ഈ സാക്ഷ്യം ഈ അൾത്താരയിൽ കയറി എന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോഴെല്ലാം ഞാൻ പറയും, അച്ഛാ എനിക്കും, ഞാൻ അച്ഛനോട് മനസ്സുകൊണ്ട് പറയും, എന്നെയും ഒന്ന് ഒരുക്കണമേ, മാതാവിനോട് പ്രാർത്ഥിക്കണം അച്ഛാ, എനിക്കും മാതാവിൻ്റെ അൾത്താരയിൽ കയറി ഒരു സാക്ഷിയാകാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന, വെള്ളത്തിന് ദാഹിക്കുന്ന പോലെ ഒരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴും ഈ അൾത്താരയിൽ ഒന്ന് കയറി നിൽക്കാൻ എനിക്ക് കഴിയണമേ എന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എത്രയും നേരെല്ലാം കാര്യങ്ങളും വൃത്തിയായി ചെയ്തു പോന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് വൃദ്ധസാനത്തിൽ കൊണ്ടുവന്ന ഭക്ഷണം ഞങ്ങൾ മാസത്തിൽ വൃദ്ധസാനത്തിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്ത് വന്നാൽ, എൻ്റെ അടുത്ത് വരുന്നവർ, ഞാൻ ജോലി സ്ഥലത്തായിക്കോട്ടെ എവിടെ വെച്ച് എൻ്റെ നേരെ കൈ നീട്ടിയാലും ഒരു മനുഷ്യനെ ഞാൻ വെറുതെ വിടൂല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കയ്യിലുള്ളത് എടുത്തു കൊടുത്തിട്ട് ഞാൻ അവർക്ക് പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി ക്യാൻസർ രോഗികൾ പലരും വന്നിട്ടുണ്ട്. അവർക്ക് തേനായിട്ടും ഉപ്പായിട്ടും മാതാവിൻ്റെ കാശുരൂപമായിട്ടും മാതാവിൻ്റെ പത്രം കൊടുത്തിട്ടാണെങ്കിലും ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട്. പലരും ഞാൻ കൊടുത്ത ഉപ്പൊക്കെ കഴിച്ചിട്ട് അവർക്ക് അസുഖം മാറിയിട്ട് അവരിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് ക്യാൻസർ രോഗികൾ. അതുപോലെ തന്നെ ഉടമ്പടി പത്രം ഞാൻ മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അതുപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ കണ്ട് അവർക്ക് ഞാൻ പത്രമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. പലരും അതിന് നെഗറ്റീവ് പറയും, പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. പലരും ചോദിക്കും, മാതാവിൻ്റെ പത്രമല്ല, ഞങ്ങൾക്ക് യേശുവിൻ്റെ പത്രമുണ്ടോ, ദൈവത്തിൻ്റെ പത്രം ഉണ്ടെങ്കിൽ താന്ന് പറയും. അങ്ങനെ അവരതിനകത്ത് അവർ പറയുന്നതിലൊന്നും നമ്മൾ അത് ഗവനിക്കാറില്ല.
നിങ്ങൾക്ക് പത്രം വായിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വായിക്കുക. ആരും പറയുന്നില്ല മേടിച്ചെടുക്കണമെന്ന്. ഇതിന് വേണ്ടിയിട്ട് ദാഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാം. നീട്ടിയ കൈ ഞാൻ തിരിച്ചു ഭരിക്കേണ്ട, നിങ്ങൾ വേണമെങ്കിൽ മേടിക്കുക, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ ഓരോ നല്ല രീതിയിൽ എന്നെ പറ്റുന്ന നല്ല രീതിയിൽ ഞാൻ മാക്സിമം മാതാവിന് വേണ്ട ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി വളർന്നു വരുവാൻ ഞാൻ മുമ്പിലേക്കും എൻ്റെ മക്കൾക്കും നല്ല രീതിയിൽ ബൈബിൾ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ സാക്ഷ്യമായിട്ട് തന്നെ മുമ്പിലേക്ക് പോകുന്നു. ഇനിയും ഞാൻ മാതാവിൻ്റെ ഒരു സാക്ഷിയായി തന്നെ മുമ്പിലേക്ക് പോകും. ഇനിയും എനിക്ക് കൂടുതൽ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇത്രയേറെ നന്മകൾ എനിക്ക് ഇത്രയെല്ലാം നിയോഗങ്ങൾ സാധിച്ചു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാം തിരുവചനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈനീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. മിനിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥന. ഈ അൾത്താരയിൽ കയറി നിന്ന് ഞാനൊരു പ്രത്യക്ഷീകരണ സാക്ഷിയാണ്, പരിശുദ്ധ അമ്മയോടും ഈശോയോടും അറിയാനുള്ള അതിതീവ്രമായ ആഗ്രഹം സഫലമായിട്ടുള്ള ഒരു പുണ്യദിനമാണിന്ന്. ഉടമ്പടിയിലൂടെ നാം എന്ത് വാശി പിടിച്ച് പ്രാർത്ഥിച്ചാലും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ്. ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ എനിക്കൊരു സാക്ഷ്യം, വലിയൊരു സാക്ഷിയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇടിവെട്ട് പോലെ നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുന്നതും അത് പരിശുദ്ധ അമ്മ തന്നെ ഈശോയോട് പറഞ്ഞ് നമുക്ക് ആ സാക്ഷ്യം നൽകുന്നതും. അതുപോലെ തന്നെ ഈ മകൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് വളരെ ടഫായ ഒരു പണിയായിരുന്നു. ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടുപോയി ഉടമ്പടി ഉപ്പ് അവിടെ കൊണ്ടുപോയി വിതറി ആ ഡ്രൈവിംഗ് ടെസ്റ്റ് വളരെ അനായാസേന പാസ്സാകാൻ സാധിച്ചു എന്ന് മകൾ ഏറ്റു പറയുന്നു. അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിലല്ല, ഈശോയെ എനിക്ക് ഒരുപാട് സന്തോഷത്തോടെ കൊടുക്കുവാൻ സാധിച്ചു. ക്രിസ്തു കൈമാറ്റം എന്നിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതിലാണ് ഈ മകൾ വളരെയധികം സന്തോഷിക്കുന്നത്. എത്ര തന്നെ നെഗറ്റീവ് കേട്ടാലും ഞാൻ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ഒട്ടും പിന്തിരിയുകയില്ല. ഞാൻ പരിശുദ്ധ അമ്മയെയും ഈശോയെയും ഞാൻ എല്ലാവർക്കും കൊടുക്കുമെന്നുള്ളൊരു വലിയ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഈ മകളുടെ സാക്ഷ്യം ഏറ്റുപറയുന്നതും തുടർന്നുള്ള ഉടമ്പടി ജീവിതം കൊണ്ടുപോകുന്നതും. ഈ അൾത്താരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയൊരു ജീവിത സാഫല്യം സംഭവിച്ചതായി മകൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഒരു ജനിപ്പിക്കാം. കാരണം എനിക്കും ഈശോയുടെ ഒരു സാക്ഷിയാകണം. തന്നെ ഏറ്റുപറയുന്നവരുടെ മുമ്പിൽ പിതാവായ ദൈവം എന്നെയും നമ്മെയും ഏറ്റുപറയും. പിതാവ് ഈശോയെക്കുറിച്ച് നമ്മയും ഏറ്റുപറയുന്നൊരു വലിയ അനുഭവത്തിനായി നമുക്ക് സാക്ഷിയാകാം. നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയോട് നന്ദി പറയാം. പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കുന്ന അമ്മയാണ്. സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. കാരണം പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ സമയമാകാതിരുന്ന മകൻ്റെ സമയം ആക്കി കൊടുത്തത് പരിശുദ്ധ അമ്മയാണ്. എനിക്ക് സമയമായിട്ടില്ല എന്ന് ആ മകൻ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയാണ് നിനക്ക് സമയമായി എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ടേസ്റ്റില്ലാത്ത അല്ലെങ്കിൽ ഒഴിഞ്ഞ ആ കൽഭരണികളെയെല്ലാം ഹൃദയഭാരങ്ങളെയെല്ലാം പരിശുദ്ധ അമ്മ എടുത്തു മാറ്റുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്കുണ്ടാകുവാനും നമ്മുടെ എല്ലാ കണ്ണുനീരിനെയും തുടച്ചു നീക്കുന്ന പരിശുദ്ധ അമ്മ നമ്മോട് കൂടി സഞ്ചരിക്കാനുള്ള വലിയ അനുഗ്രഹത്തിനും കൃപയ്ക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സങ്കടം നിറഞ്ഞ ആശങ്കകൾ നിറഞ്ഞ എല്ലാ നിയോഗങ്ങളെയും മിനിയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് മിനിയുടെ കുടുംബത്തിനും ജീവിതത്തിലും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി നൽകി ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.